ഹരേ കൃഷ്ണ. നമ്മൾ രാമായണത്തിൽ ആരണ്യകാന്ഡമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിരാധ വധമാണ് പറഞ്ഞത്. വിരാധനെ വധിച്ചതിന് ശേഷം ശ്രീരാമൻ പറഞ്ഞു, ജാനകി, ലക്ഷ്മണ, നമുക്ക് പോകാം. ഗോമതി നദി കടന്ന് ശരഭംഗ തപോവനത്തിലേക്ക് പോകാം. ഇവിടുന്ന് 12 യോജന ദൂരെയാണ് കാണാൻ അത്ഭുത കാന്തിയുള്ള ആ തപോവനം. തപസ്സിൻ്റെ ശക്തി കൊണ്ട് ജ്വലിക്കുന്ന അഗ്നി പോലെ പ്രതാപമുള്ള ശരഭംഗ മുനിയുടെ ആശ്രമം വിഖ്യാതമാണ്. അങ്ങനെ അവർ മുനിയുടെ ആശ്രമം ലക്ഷ്യമാക്കി നടന്നു. ആ സമയത്ത് ശരഭംഗ മുനിയെ കാണാൻ ദേവേന്ദ്രൻ അവിടെ എത്തി. ദേവേന്ദ്രൻ മുനിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, കേൾക്കൂ മഹർഷേ, രാമരൂപിയായി ത്രിലോകനാഥൻ ഇന്ന് അങ്ങയെ ദർശിക്കാൻ വരും. രാക്ഷസ നിഗ്രഹത്തിനുള്ള അവതാരമാണിത്. ത്രികാലജ്ഞാനിയായ അവിടുത്തേക്ക് എല്ലാം അറിയാമല്ലോ. ഞാൻ ബാണവും അസ്ത്രവും അങ്ങയുടെ സന്നിധിയിൽ വെക്കാം. അദ്ദേഹം വരുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി. ഇത്രയും പറഞ്ഞിട്ട് ദേവേന്ദ്രൻ സ്വർഗപുരിയിലേക്ക് പോയി. രാമനും ജാനകിയും ലക്ഷ്മണനും ആശ്രമത്തിൽ പ്രവേശിച്ചു. മുനിവരനെ നമസ്കരിച്ചു. ആശീർവാദം നൽകിക്കൊണ്ട് മുനി പറഞ്ഞു, അനാഥനാണെന്ന് തോന്നിയിരുന്നു, ഇപ്പോൾ നാഥനുണ്ടായി. ധ്യാനത്തിൽ മാത്രം കാണാറുള്ള വിഷ്ണു ഇതാ നേരിട്ട് എൻ്റെ വസതിയിലെത്തിയിരിക്കുന്നു. അങ്ങയെ കണ്ടതുകൊണ്ട് എനിക്ക് സ്വർഗവാസം ലഭിക്കും. 100 വർഷത്തെ തപസ്സിൻ്റെ ശക്തി ഞാൻ ദാനം ചെയ്യുന്നു. ഇതെടുത്തോളൂ, ഇന്ദ്രൻ നൽകിയ ചാപവും ബാണവും. ഞാൻ പുരാതനമായ ശരീരം വെടിയുകയാണ്. അങ്ങയെ കാണാൻ വേണ്ടി പ്രാണൻ നിലനിർത്തിയിരുന്നതാണ്. അല്പസമയം ലക്ഷ്മണനോടൊത്ത് ഇവിടെ വസിച്ചാലും അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ശരീരം അഗ്നിയിൽ ഉപേക്ഷിക്കാം. ശരഭംഗൻ ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിജാലകൾ ആകാശത്തേക്കുയർന്നു. സീതയും ലക്ഷ്മണനും ബഹുമാനപൂർവ്വം നോക്കി നിന്നു. ശരഭംഗൻ്റെ ധൈര്യം ലോകം അത്ഭുതത്തോടെ വീക്ഷിച്ചു. നെറുകയിൽ കൈകൂപ്പി രാമനാമം ജപിച്ചുകൊണ്ട് അഗ്നിക്ക് പ്രദക്ഷിണം വെച്ചിട്ട് അഗ്നിയിലേക്ക് എടുത്തു ചാടി. മുനിയുടെ ശരീരം കനലായി. അഗ്നിയിൽ നിന്ന് ഒരു പുരുഷരൂപമുയർന്നു. മുനി തൻ്റെ പുണ്യഫലമായിട്ട് ഗോലോകത്തേക്ക് പോയി. ഇത് കണ്ടിട്ട് എല്ലാവരുടെയും മനസ്സിൽ ആനന്ദം നിറഞ്ഞു. ശ്രീരാമനോട് സംസാരിക്കാനായി മുനിമാരെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. മുനിമാരെ കണ്ടപ്പോൾ രാമൻ എഴുന്നേറ്റ് കൈകൂപ്പി വന്ദിച്ചു. മുനിമാർ രാമനെ സ്തുതിച്ചു. രാമൻ അവരോട് പറഞ്ഞു, ആരും ഭയപ്പെടണ്ട. രാക്ഷസന്മാരുടെ വാസമോ സഞ്ചാരമോ ഇല്ലാതാക്കും. ഒട്ടും താമസമില്ല. രാക്ഷസ സംഹാരത്തിനായി മുനിസംഘത്തോടൊപ്പം രാമനും ലക്ഷ്മണനും പുറപ്പെടാൻ തയ്യാറായി. രാമൻ വില്ലും ശരവും എടുത്തുകൊണ്ട് വനത്തിലേക്ക് കടന്നപ്പോൾ സീതാദേവി തടഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് രാക്ഷസന്മാരുമായി കലഹത്തിന് പോകുന്നത്? അകാരണമായി പ്രാണികളെ വധിക്കുന്നത് ആപത്തിന് കാരണമുണ്ടാകും. പ്രഭു, എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് എന്നോട് ധാരാളം കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു കഥയുണ്ട്, അത് ഞാൻ അങ്ങയോട് പറയാം. ഒരിടത്ത് ഒരു മുനി ഉണ്ടായിരുന്നു. ആ മുനിയുടെ അടുത്ത് ഒരാൾ ഒരു വാൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. അന്യൻ്റെ ധനം അപഹരിക്കുന്നത് പാപമാണ്. അതുകൊണ്ട് പ്രയാസപ്പെട്ട് അദ്ദേഹം ആ വാൾ സൂക്ഷിച്ചു വെച്ചു. ഒരു വൃദ്ധയായ പക്ഷി ആ തപോവനത്തിലുണ്ടായിരുന്നു. പ്രയാധിക്യത്താൽ അതിന് ചാടാനും പറക്കാനും കഴിവില്ലായിരുന്നു. ദൗർഭാഗ്യവശാൽ മുനിക്ക് ഒരു ദുർബുദ്ധി തോന്നി. ആ ഖഡ്ഗം കൊണ്ട് ആ പക്ഷിയെ കൊന്നു. കയ്യിൽ ആയുധമിരുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി നശിക്കും. ആ ആയുധം നിമിത്തമാണ് മുനിക്ക് പാപമുണ്ടായത്. സത്യം പാലിക്കാൻ വേണ്ടി നാടുപേക്ഷിക്കണമെന്ന് മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ.
രാക്ഷസന്മാരെ വധിക്കുന്നതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം? അപ്പോൾ രഘുപതി ദേവിയോട് പറഞ്ഞു, കമലേ, എനിക്ക് ഭയമില്ല. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? മഹാതേജസ്വികളായ മുനികളുടെ കൂടെയാണല്ലോ നാം. ദേവി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അതിനുശേഷം അവർ ആ തപോവനത്തിലെ ദിവ്യ സരോവരം കാണാനായി പോയി. ആ സരോവരത്തിൽ നിന്നും ദിവ്യസംഗീതമുയർന്നു. രഘുപതി വിസ്മയത്തോടെ മുനിയോട് ചോദിച്ചു, വെള്ളത്തിൽ നിന്നും സംഗീതമുയരുന്നത് എങ്ങനെയാണ്? മുനിമാർ പറഞ്ഞു, ഇവിടെ ഒരു മുനിയുണ്ടായിരുന്നു. രാവും പകലും കഠിന തപസ്. തപസ്സിന് ഭംഗമുണ്ടാക്കാനായി ദേവേന്ദ്രൻ അപ്സരസുകളെ അയച്ചു. അപ്സരസുകൾ മുനിയുടെ അടുത്തെത്തി മുനിക്ക് മഥനവ്യതയുണ്ടായി. ഈ സ്ഥലം പഞ്ചാപ്സര എന്ന പേരിൽ വിഖ്യാതമായി. അപ്സരസുകൾ ഇപ്പോഴും ഈ തടാകത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. അദൃശ്യരായി പാടുകയും ആടുകയും ചെയ്യുന്നു. ഈ അപൂർവ കഥ പുരാണങ്ങളിലുണ്ട്. മുനി പറഞ്ഞ കഥയിൽ ശ്രീരാമന് കൗതുകം തോന്നി. തപോവനം കണ്ടു കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് അവർ തിരിച്ചുപോയി. മുനിമാർ അതിഥി സൽക്കാരം നടത്തി. 3 പേരും രാത്രി സുഖമായി കഴിച്ചുകൂട്ടി. അവിടുന്ന് പുറപ്പെട്ട് വനത്തിൽ ചുറ്റി സഞ്ചരിച്ചു. ചിലയിടത്ത് 5 മാസം, ചിലയിടത്ത് 7 മാസം, ചിലയിടത്ത് 10 മാസം, 1 വർഷം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും താമസിച്ചു. അങ്ങനെ 10 വർഷം വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. ഒരു ദിവസം സീതയും രാമനും ലക്ഷ്മണനും സുദീക്ഷണാശ്രമത്തിൽ ചെന്നു. മുനിയുടെ പാദങ്ങൾ നമസ്കരിച്ചു. അഗസ്ത്യമുനിയെ കണ്ടു വന്ദിക്കണമെന്ന് മോഹമുണ്ട്. സുദീക്ഷണൻ പറഞ്ഞു, ശ്രീരാമ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെയ്യാം. പിപ്പലി വനത്തിൽ അഗസ്ത്യൻ്റെ അനുജനുണ്ട്. ഇന്ന് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ തപോവനത്തിൽ വസിക്കാം. നാളെ അഗസ്ത്യവനത്തിൽ പോകാം. രണ്ടാമതൊരു സൂര്യൻ എന്ന വണ്ണം പ്രഭാവമുള്ള മഹർഷിയെ കാണാം. സുദീക്ഷണനോട് വിടവാങ്ങി രാമൻ പിപ്പലി വനത്തിലെത്തി. ശ്രീരാമനെ കണ്ട് മുനി വളരെ സന്തോഷിച്ചു. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. ഹരേ കൃഷ്ണ. പ്രഭാതത്തിൽ ഉണർന്ന് രാമൻ ലക്ഷ്മണന് അഗസ്ത്യവനം കാട്ടിക്കൊടുത്തു. ലക്ഷ്മണ, ഈ വനത്തിൽ ഒരു അസുരനുണ്ടായിരുന്നു. അവനെ വധിച്ചാണ് മുനി ഇവിടെ ആശ്രമം സ്ഥാപിച്ചത്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മണന് കൗതുകം വളർന്നു. മുനി ഒരാളെ വധിച്ചെന്നോ? എന്താണ് ജ്യേഷ്ഠ ആ കഥ? പറഞ്ഞു തരൂ. ശ്രീരാമൻ ആ കഥ പറഞ്ഞു. ഇല്വലൻ, വാതാപി എന്നിവർ സഹോദരന്മാരായിരുന്നു. മായാവികളായിരുന്നു ഇരുവരും. വാതാപി മുട്ടനാടിൻ്റെ രൂപത്തിൽ നടന്നു. സഹോദരൻ ഇല്വലൻ സംഗീതജ്ഞനായിരുന്നു, മഹാപണ്ഡിതൻ. ജനമധ്യത്തിൽ ചുറ്റി സഞ്ചരിച്ചു ആദരവ് നേടി. ബ്രാഹ്മണരെ സൽക്കാരത്തിന് ക്ഷണിച്ചു. ബ്രാഹ്മണർക്ക് ആടിൻ്റെ മാംസം കലർന്ന ഭക്ഷണം നൽകി. വയറു നിറയെ മാംസം കഴിച്ച ബ്രാഹ്മണരുടെ അടുത്ത് വന്ന് ഇല്വലൻ വാതാപി എന്ന് വിളിക്കും. വാതാപി വയറു പിളർന്ന് പുറത്തു വരും. ഇങ്ങനെ ബ്രാഹ്മണരെ വധിച്ചുകൊണ്ട് 2 സഹോദരങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ബ്രാഹ്മണവധത്തെപ്പറ്റി കേട്ട് അഗസ്ത്യൻ ഇല്വലനോട് ദാനം ചോദിച്ചു. ഞാൻ ദൂരത്തു നിന്ന് വരുന്ന ഒരു ബ്രാഹ്മണനാണ്. എനിക്ക് ആട്ടിൻ മാംസം ഭക്ഷിക്കാൻ തരണം. ഇല്വലൻ മുനിയുടെ വാക്കുകൾ കേട്ട് ഉല്ലാസത്തോടെ സമ്മതിച്ചു. ബ്രാഹ്മണൻ വീണ്ടും പറഞ്ഞു, ഞാൻ വളരെ നാളായി ഉപവാസമാണ്. ഇന്ന് പെണ്ണാടിൻ്റെ മാംസം കഴിക്കാം. മുനി വാതാപിയെ ഒരു പെണ്ണാടാക്കി. എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പെണ്ണാടിനെ മുറിച്ച് മാംസഭക്ഷണം തയ്യാറാക്കി. മുനി വളരെ ആശയോടുകൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. തളികയുമായി ഇല്വലൻ അടുത്തു വന്നു. മുനി ഗംഗാദേവിയെ വിളിച്ചു. ഗംഗ അരൂപിയായി ആരും കാണാതെ കമണ്ഡലിനുള്ളിൽ പ്രവേശിച്ചു. മുനി ഗംഗാജലം കുടിച്ചു. മാംസഭക്ഷണം ഉരുട്ടി ഉരുട്ടി വയർ നിറയെ കഴിച്ചു. ഇല്വലൻ വാതാപി എന്ന് വിളിച്ചു. മുനി അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് വാതാപിയെ നിനക്ക് കിട്ടുന്നത്?
മുനി ഇല്ലുലനെ വധിക്കാനുള്ള ഉപായം ആലോചിച്ചു. സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, വാതാവി എൻ്റെ വയറ്റിലാണ്. ഇത് കേട്ടപ്പോൾ അസുരൻ ദുഃഖത്താൽ തന്നെ മറന്നുപോയി. ഈ സമയം മഹർഷി കൊടുങ്കാറ്റ് പോലുള്ള ഏമ്പക്കത്തോടുകൂടി അഗ്നി വമിച്ചു. ഇല്ലുലൻ ആ തീയിൽ ദഹിച്ചുപോയി. ഇപ്രകാരം അസുരനെ വധിച്ചിട്ടാണ് മഹാശയനായ മുനി തപോവനത്തെ രക്ഷിച്ചത്. ആ അഗസ്ത്യ മഹർഷിയുടെ തപോവനത്തിലാണ് ഇന്ന് നാം എത്തിയിട്ടുള്ളത്. രാമൻ അഗസ്ത്യധാമത്തിൻ്റെ വാതിൽ കടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു ശിഷ്യൻ പുറത്തേക്ക് വന്നു. ലക്ഷ്മണൻ മുനിശിഷ്യനോട് പറഞ്ഞു, മുനിയെ കണ്ട് സംസാരിക്കാൻ ശ്രീരാമൻ എത്തിയിരിക്കുന്നു. ശിഷ്യൻ ഉടനെ തന്നെ അകത്തേക്ക് പോയി രാമൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഗോപുരത്തിൽ നിൽക്കുന്നു. ആജ്ഞ ലഭിക്കാതെ എങ്ങനെ അകത്ത് കടക്കും? രാമൻ വന്നിരിക്കുന്നു എന്ന് കേട്ട് മുനിക്ക് വളരെ സന്തോഷമായി. കൂട്ടിക്കൊണ്ടുവരാൻ ശിഷ്യന് കൽപ്പന കൊടുത്തു. മുനി പറഞ്ഞു, ഇതൊരു അപൂർവ ദർശനം. ഗോലോകം ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് അങ്ങ് വനവാസത്തിന് വന്നത്? എന്താണ് അങ്ങയുടെ അഭിലാഷം? എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ലക്ഷ്മണന്റെ സ്വഭാവം അത്യത്ഭുതം. അവിടത്തേക്ക് സുഖമാണെങ്കിൽ എനിക്കും സുഖം, ദുഃഖമാണെങ്കിൽ എനിക്കും ദുഃഖം. ഈ വിധം മുനി പറഞ്ഞു. യാത്ര ചെയ്തു ക്ഷീണിച്ചതല്ലേ, ഭക്ഷണം കഴിക്കൂ. ശിഷ്യന്മാർ ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്തു. മുനിയെ ആദരിച്ച് ഭക്ഷണം കഴിച്ചു. 3 പേരും അവിടെ താമസിച്ചു. 3 ദിവസമാണ് അഗസ്ത്യാശ്രമത്തിൽ അവർ മൂവരും താമസിച്ചത്. രാവിലത്തെ നിത്യകർമാദികൾ കഴിഞ്ഞ് രാമൻ അഗസ്ത്യ മഹർഷിയോട് പറഞ്ഞു, പിതാവിൻ്റെ സത്യവാക്യം പാലിക്കാനായിട്ടാണ് ഞാൻ വനത്തിൽ വന്നത്. മഹർഷേ, ഞാൻ എവിടെയാണ് വസിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. രാമൻ ചോദിച്ചത് കേട്ട് അഗസ്ത്യമുനി പറഞ്ഞു, എവിടെ വസിച്ചാലും അവിടെ മഹേന്ദ്ര ഭവനമായിരിക്കും. ഗോദാവരി തീരത്ത് പഞ്ചവടി വനമുണ്ട്. അവിടെ ചെന്ന് 3 പേരും വസിച്ചാലും. വിശ്വകർമ്മ നിർമ്മിതമായ ദിവ്യമായ ധനുസ്സും ബാണവും അഗസ്ത്യമുനി രാമന് ദാനം ചെയ്തു. അദ്ദേഹത്തെ മുനി വന്ദിച്ചു. അതിനുശേഷം അഗസ്ത്യാശ്രമത്തിൽ നിന്നും ശ്രീരാമൻ വിടവാങ്ങി. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിന്ന് നമ്മൾ വായിച്ചു തീർത്തത്. നാളെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ജടായു സംഗമം. എല്ലാവരും കേൾക്കണം. ഇതിനു മുമ്പ് നമ്മളിട്ട വീഡിയോകൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നമ്മുടെ ചാനലിലുണ്ട്. ആ മാധവം എന്ന യൂട്യൂബ് ചാനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അവിടെ ഓൾ എന്ന് തന്നെ കൊടുക്കണം. ആ ബെല്ലൈക്കണും കൂടെ ഓൾ എന്ന് കൊടുത്താൽ മാത്രമേ കൃത്യമായി നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി, കിട്ടും. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വിട്ടേക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ താഴെ നമ്മുടെ സെക്കൻഡ് ചാനലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമുണ്ട്. അതിൽ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാൻ പറ്റും അങ്ങനത്തെ ഭക്ഷണങ്ങളെല്ലാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ആലോചിക്കുന്നു, അതിനും കൂടെ നിങ്ങളുടെ അഭിപ്രായം പറയണം. നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാറുണ്ട്. ഭഗവാന് വിളക്ക് കത്തിച്ച് വിളമ്പിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പ്രത്യേകിച്ച് ഓണം, വിഷു ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ, നമ്മുടെ പിറന്നാളുകളൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ നമ്മൾ ഭഗവാൻ എപ്പോഴും ശുദ്ധമായ ആഹാരം വേണം നമ്മൾ വിളമ്പി കൊടുക്കാനായിട്ട്. നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവിടെ ഉള്ളി ഒന്നും ചേർക്കാത്ത ഭക്ഷണങ്ങളാണ് ഭഗവാന് കൊടുക്കുന്നത്. ഭഗവാൻ ഒരിക്കലും ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാറില്ല. അത് രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു വെജിറ്റേറിയൻ ഫുഡ്, നമുക്ക് സാമ്പാറായാലും അവിയലായാലും തോരനായാലും ഒക്കെ തന്നെ ഇത് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല രുചിയായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സദ്യ സീരീസ് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറയണം. കൗസ്തുഭം വെജ് ഫുഡ്സ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. ഏകാദശി ദിവസം കഴിക്കാനായിട്ട് പറ്റുന്ന വിഭവങ്ങളെല്ലാം അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേശ്ശെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.